ഇണ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കണം. ഭർത്താവിന്റെ തെറ്റിന് കൂടെ നിൽക്കാൻ പാടില്ല. ഭാര്യ ഏതെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അതിന് കൂടെ നിന്ന് കൊടുക്കാൻ ഒരു നിലക്കും പറ്റില്ല. അത് ഭർത്താവ് പഠിച്ചാളാവട്ടെ, ഭാര്യ ബിരുദം എടുത്ത മോളാവട്ടെ, ആരും ആവട്ടെ, അതിനൊന്നും കൂട്ടുക്കാൻ പറ്റില്ല. നാട്ടിൽ പല അനാചാരവും എൻഗേജ്മെന്റിന്റെ പേരിൽ പല ഹറാമുകളും ഒക്കെ ഉണ്ടാവും. അതിനൊന്നും നമ്മൾ കൂട്ടുക്കാൻ പാടില്ല. വഷളത്തരം പരിപാടികളൊക്കെയാണ് ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിരുദം എടുത്തിട്ട് വരുന്ന ഒരു മോനെ സ്വീകരിക്കാൻ ഉമ്മയും പെങ്ങന്മാരും മൂത്തമ്മമാരും ഇളയമ്മമാരും എല്ലാവരും നിൽക്കുകയാണ്. നല്ല തന്നെ ആ വീട്ടിലുള്ള കുട്ടികൾക്കും തോന്നും മതപഠനത്തിന് ഒരു പ്രോത്സാഹനവും. ശരിയാണ്, നോട്ടുമാല ഇട്ട് കൊടുത്ത് സ്വീകരിക്കുന്നു. കുഞ്ഞുങ്ങളായ കുട്ടികൾക്ക് അത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഈ ഗ്രേഡിലേക്ക്, ഈ മതപഠനത്തിലേക്ക് വന്നാലും നല്ല തന്നെ പിന്നീട് അവർ ഇഖ്ലാസിന്റെ ലോകത്തേക്ക് എത്തും. വസാലിമാമിൻ ഇമാമിയ കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഫുഡ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് പോയേക്കണത്. കുറേ കാലം ഫുഡ് കിട്ടി ഇൽമ് കിട്ടി പിന്നെ ഇൽമിനോട് ടേസ്റ്റായി, ഫുഡിനോട് ടേസ്റ്റ് പോയി. അപ്പോൾ നോട്ടുമാലയൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു പക്ഷേ ഇത് കാണുന്ന ചെറിയ KG, LP, UP കുട്ടികൾക്ക് കിതാബ് ഓതാൻ പോയാൽ നാട്ടുകാരിങ്ങനെയൊക്കെ സഹായിക്കും, വീട്ടുകാരിങ്ങനെയൊക്കെ സ്വീകരിക്കും എന്ന് കണ്ടിട്ട് അവരും മതപഠന മേഖലയിലേക്ക് വരുന്നത് നല്ല തന്നെ, അതൊന്നും പ്രശ്നമില്ല. ബട്ട് വീഡിയോയില് ഉമ്മ ചുംബിക്കുന്നത് വീഡിയോയില് പകർത്തുക, അതൊക്കെ ഒരു നാണക്കെടുപ്പ് പരിപാടിയാണ്. നാട്ടുകാർക്ക് മൊത്തം കാണത്തക്ക വിധത്തിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക. ഹാഫിളായ ഒരു മോന്, ആലിമായ ഒരു മോന് ഫാരിഖായി ബിരുദം എടുത്തിട്ട് വരുമ്പോൾ നാട്ടുകാർക്ക് മൊത്തം ഉമ്മ കെട്ടിപ്പിടിക്കണതും ഉമ്മയും പെങ്ങന്മാരും ചുംബിക്കണതും നാട്ടുകാർക്ക് മൊത്തം കാണിച്ചു കൊടുക്കുക. ഒരു വഷളത്തരം പരിപാടിയാണ്. ഈ കുട്ടി ഇന്നേ വരെ പഠിച്ച 9 കൊല്ലം പഠിച്ച ദീനിനെ ചെറുതാക്കരുത്. ആ കുട്ടിനെ സമൂഹത്തിലിട്ടിട്ട് അലക്കാൻ കാരണക്കാരായി നമ്മൾ നിൽക്കരുത്. വഷളത്തരം പരിപാടിയാണ്. ഇനി എൻഗേജ്മെന്റിന്റെ അന്നും ഇനി നിക്കാഹിന്റെ അന്നും ഏത് സൽക്കാരത്തിന്റെ അന്നാണെങ്കിലും ഭാര്യനെ ഭർത്താവ് ചുംബിക്കുക, ഭർത്താവിനെ ഭാര്യ ചുംബിക്കുക, അതൊക്കെ നിക്കാഹ് കഴിഞ്ഞാൽ ഹലാൽ തന്നെ. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല. നിക്കാഹിനെ ഹലാൽ തന്നെ. പക്ഷെ അത് നാളെ മുമ്പെന്നും ക്യാമറമാൻ്റെ മുമ്പെന്നും സ്റ്റേജൊന്നും ചെയ്യേണ്ട പരിപാടിയല്ലല്ലോ. അയ്യേ, അന്യപുരുഷരാരും ഇല്ലാന്ന് വിചാരിച്ചു. ഒരന്യപുരുഷനും ഇല്ല. ഈ പെണ്ണിന്റെ ഉമ്മാ പെങ്ങന്മാര് നമ്മുടെ ജ്യേഷ്ഠത്തി നമ്മളെ ഉമ്മയുള്ളത്, എന്നിട്ട് ഓളെങ്ങനെ കറക്കി പിടിച്ചിട്ട് ഓളെ ചുംബിക്കലോ, അതൊക്കെ മോശം പരിപാടിയാണ്. ഒരു മനുഷ്യന് ഒരു ചെറിയ ബോധമില്ല എന്നുള്ളതിന്റെ അടയാളാണ് തഖ്ബീലു സൗജത്തി ബിഹളറത്തിൻ നാസി. നാട്ടാറൊന്നും മനുഷ്യൻ ഭാര്യയുടെ ചുംബിക്കല്. നജ്മുദ്ദീൻ ഖസ്ദി തങ്ങൾ പറയണതാ, ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹിൻ മുസന്നിഫ്. തഖ്ബീലു സൗജത്തി ബിഹളറത്തിൻ നാസി, ഭാര്യയെ നാട്ടാറും ഇത് ചുംബിക്കേ. ലൈലത്തുൽ സിഫാഫി, ആ ഫസ്റ്റ് നൈറ്റിൽ ലാ യഫഅലു ഇല്ലാ മൻ ലാ ഖലഖ ലഹു, കുറച്ച് തൽക്കെന്തെങ്കിലും ഉള്ള ആളൊന്നും അത് ചെയ്യൂല. ബനാചറങ്ങളുടെ കമന്റാ. അപ്പൊ ഇങ്ങനെ നെറികേടും വൃത്തികേടും നടന്നുകൊണ്ടിരിക്കണ ഹൗസ് വാമിങ്ങിന്റെയും എൻഗേജ്മെന്റിന്റെയും ഒക്കെ പേരിൽ നടക്കുന്ന ഏത് തെറ്റിനും ഉമ്മ കൂട്ടിക്കരുത്. ഉപ്പ അങ്ങനെ പലതും പറയും. ലാസ്റ്റ് മോളല്ലേ, ലാസ്റ്റ് മോളായാൽ എന്താ, ലാസ്റ്റ് മോളായാൽ ഹറാം ചെയ്യാന്നുണ്ടോ? ലാസ്റ്റ് മോളല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരിൽ പോകുന്നതിന് മുമ്പ് ഹറാം ചെയ്യാൻ ചാൻസ് ഇല്ലല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. വേറെന്താ അർത്ഥം? അപ്പൊ ആ ചാൻസ് ഉപയോഗിക്കണമല്ലോ, വേറെ അർത്ഥം. തെറ്റിന് കൂട്ടിക്കരുത്. അത് കട്ട നിൽക്കാൻ നമുക്ക് പറ്റണം. സ്റ്റാൻഡ് ഉണ്ടാവണം, നിലപാടുണ്ടാവണം. ലാ ഇത്വാഅത ഫിൽ മഅസിയ. തെറ്റിൽ ഏത് ഷെയ്ഖല്ല, ഏത് ഖാദിയല്ല, ഏത് ഉസ്താദല്ല, ആര് പറഞ്ഞാലും തെറ്റ് തന്നെ. തെറ്റ് അത് തെറ്റന്നെ, അതിനൊന്നും നമ്മൾ കൂട്ടിക്കാൻ പാടില്ല. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച സമയത്ത് അബൂലഹബിനെ ശക്തമായ ഭാഷയിൽ ആക്ഷേപിച്ച് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ മസദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രബോധനം ആദ്യത്തെ 3 കൊല്ലം രഹസ്യമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. അപ്പോഴാണ് നിർദ്ദേശം വന്നത്, വാന്ദിർ അഷീറത്തക്കൽ അഖറബീൻ, അടുത്ത കുടുംബക്കാരോടൊക്കെ ദീൻ വെട്ടി തുറന്ന് പറഞ്ഞേക്ക് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പർവ്വതത്തിന്റെ താഴ്വരയുടെ മുകളിൽ കയറിയിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി. കുടുംബക്കാരെ ഓരോ ടീമിനെ വിളിച്ചു വരുത്തുമ്പോഴും ഉപ്പാന്റെ സഹോദരനായ അമ്മായ അബൂലഹബ് എന്നവർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ വിളിക്കണത്? ആ പറയാൻ, ജസ്റ്റ് വെയിറ്റ്. തഫ്സീർ നൈസാബൂരി, തഫ്സീർ റാസിയിലൊക്കെ ഇത് കാണാം. എന്നോട് അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്.
വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന ആയത്ത് എനിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത കുടുംബക്കാരോട് ദീൻ പറയാൻ വേണ്ടി എന്നോട് റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂ ലഹബ് എന്ത് പറഞ്ഞു? ഇതിനാണോ നമ്മളെ വിളിച്ചേക്കുന്നത്? നാശമാണല്ലോ. നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞത് അള്ളാഹ് തീരെ പിടിച്ചിട്ടില്ല. അത് അള്ളാഹ് ഭയങ്കര റഹ്മാനും റഹീമുമാണ്, ശരി. പക്ഷെ അള്ളാഹിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടാൽ അള്ളാഹ് പിന്നെ ഒരു വസ്തുവിന്റെ പ്രോട്ടോക്കോളും നോക്കൂല, വേറെ വർത്താനൊന്നുമില്ല. സാധാരണ അള്ളാൻ എന്തെങ്കിലും ആരെങ്കിലും കളിയാക്കിയിട്ട് അള്ള 2 ഉണ്ട് 3 ഉണ്ട് 1000 ഉണ്ട് 10,000 ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ള എന്താ പറയുന്നത്? തങ്ങളോട് തങ്ങൾ മറുപടി പ്രസംഗത്തിന് പോയാൽ മതി, ഞാനില്ല. തങ്ങൾ അതേ സമയത്ത് അള്ളാന്റെ ഹബീബിനെ തൊട്ടപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടപ്പോൾ പിന്നെ വേറെ വർത്താനില്ല. അള്ളാഹ് ഡയറക്റ്റ് അങ്ങ് പറയാം, അബൂ ലഹബ് നശിച്ചിരിക്കുന്നു, ഇനിയൊന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ ഈ ആയത്ത് ഇറങ്ങിയ ശേഷം അബൂ ലഹബിന് വാശിക്ക് ഇസ്ലാമിലേക്ക് വന്നിട്ട് ആരാ പറഞ്ഞ നിശ്ചയം നടക്കൂല എന്നൊക്കെ പറയാം. നടക്കൂല, കാരണം അള്ളാഹ് തീരുമാനിച്ചു കഴിഞ്ഞു. ചെമ്പിന്റെ അടപ്പങ്ങ് പൂട്ടിക്കഴിഞ്ഞു. ഇനി ഓനിക്ക് ഹിദായത്ത്. ഓനെന്താ കടച്ചത്? ഓനാരെയാ തൊട്ടത്? ഓന് വിചാരം എന്താ പറഞ്ഞേക്കണത്? അതാണ് ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിറങ്ങിയപ്പോ എൻ്റെ ഒരു ഡയലോഗ് എന്താ, എനിക്ക് നല്ല തടിയും തല്ലിയിട്ടുള്ള പിള്ളറുണ്ട്, അക്കൗണ്ട് ബാലൻസ് നോക്കി നോക്ക്. അള്ളാഹ് പിന്നെ ഒരു മറുപടി കൊടുക്കുന്ന എന്താ അറിയോ? എന്താണ് നീ പറഞ്ഞത്? അക്കൗണ്ട് ബാലൻസ് തടിയും തല്ലിയിട്ടുള്ള പിള്ളറോ? ഓൻ്റെ ഒരു അക്കൗണ്ട് ബാലൻസ് കൊണ്ട് ഒരു കാര്യമില്ല. ഓൻ്റെ പിള്ളറെ കൊണ്ട് ഓർക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഒരു ഉപകാരം ഉണ്ടാവില്ല. ഒരു ഉപകാരം ഉണ്ടാവില്ല. കെട്ടുപോവാത്ത തീയിൽ നരകത്തിൽ അവൻ തീർച്ചയായിട്ടും പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ ഈമാനില്ലാണ്ട് മരിക്കും. ഓൻക്ക് ഹിദായത്തിനില്ല. ഓൻ തൊട്ട് കളിച്ച കേസ് കുറച്ച് പൊള്ളുന്ന കേസായി. ഇത് നമ്മളും ശ്രദ്ധിക്കേണ്ടതാ. എല്ലാ കാലത്തും അബൂലഹബുമാരുണ്ടാവും കേട്ടോ. ഇതൊരു അബൂലഹബിന് മാത്രം ഇറങ്ങിയ ആയത്തല്ലെന്ന് മജ്മുഉൽ മുഅല്ലഫാത്തിൽ കാണാം. റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളുള്ള ആരെ കുറ്റപ്പെടുത്തിയാലും ഓൻ്റെ അടപ്പൂരും എന്നാണ് ഈ ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളെ മഹാന്മാർ വിശദീകരിക്കുന്നത്. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തങ്ങളുടെ ഗുണങ്ങളുള്ള ഇൽമ്, തങ്ങളുടെ ഗുണം ആലിമീങ്ങളെ തൊട്ടവന്റെ മക്കൾ മൊത്തം വഹാബികളാവും. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഈ ആയത്ത് ഇറങ്ങുന്നതിന്റെ പശ്ചാത്തലം എന്താ പറയുക? ആസുബിൻ വായിൽ എന്ന് പറയുന്ന ചങ്ങായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആൺമക്കൾ മരിച്ച സമയത്ത് വഫാത്തായപ്പോൾ അവൻ പറഞ്ഞു, അബ്തറാണല്ലോ, ഓർക്കാനും പറയാനും വർത്താനം പറയാനൊന്നും ആരുമില്ലല്ലോ, ഓർക്കാനൊന്നും ആരുമില്ലല്ലോ. അന്നേരം തങ്ങളോട് പറഞ്ഞത് ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഈ ആയത്ത് ഇറങ്ങണ എങ്ങനെ? ഇന്ന ആയത്തുനാക്കൽ കൗസർ. ആരെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ തങ്ങൾ എന്തിനാ വിഷമിക്കണത്? തങ്ങൾക്ക് ഈ ലോകം മുഴുവനും നിറയത്തക്ക വിധത്തിൽ തങ്ങന്മാരായ മക്കളെ പേരക്കുട്ടികളാ ഞാൻ തരും. അൽ കൗസർ എന്ന് പറഞ്ഞാൽ തങ്ങമ്മ. നോക്ക്, ഏടെ തങ്ങന്മാരില്ലാത്ത രാജ്യം? കർണാടക ഉണ്ടോ? കേരളം ഉണ്ടോ? കാശ്മീർ ഉണ്ടോ? ഇന്ത്യ ഉണ്ടോ? ഏതെങ്കിലും ഒരു നാടുണ്ടോ തങ്ങന്മാരില്ലാത്ത? മൊത്തം തങ്ങന്മാരായി. തങ്ങൾക്ക് റായത്തില്ലേ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. നീ എന്താ പറഞ്ഞത്? എന്റെ മുത്ത് തങ്ങൾക്ക് ഓർക്കാനും പറയാൻ ആളുണ്ടാവില്ല. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നിനക്ക് ഈ ദുനിയാവിൽ അഡ്രസ് ഉണ്ടാവില്ല. ഈ കൂട്ടത്തിലായിരിക്കെങ്കിൽ ആസുബിന് വായിലിനറിയാം. ആർക്കറിയാൻ? ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് മഹാന്മാർ പറയാ, നബി ഗുണമുള്ള ആരാക്ഷേപിച്ചാലും ഓൻക്ക് ജീവിതത്തിൽ അഡ്രസ് ഉണ്ടാവില്ല. നബി തങ്ങളുടെ ഏറ്റവും വലിയ ഗുണമാണ് ഇൽമ്. ആലിമീങ്ങളെ തൊട്ടോന്റെ മാതാ മക്കളും വഹാബിയായി പോയി. ഓർക്കൂല, പിന്നെ ദ്വാരക്കൂല. പിന്നെ മരിച്ച ഉപ്പാക്ക് പിന്നെ യാസീനൊന്നും ഓതൂല. അല്ലെങ്കിൽ മക്കൾ ഇല്ലാണ്ടായിപ്പോ, മക്കൾ ഫാസിഖീങ്ങളായിപ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഗുണം ഇൽമാണ്. ഇൽമിന്റെ അഹ്ലുകാരെ തൊട്ടാൽ പൊള്ളും. ആയത്തുകൾ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ വിശദീകരിച്ചു പോകും. ഏത് സൂറത്തിലാ തുടങ്ങിയെന്നും ഉണ്ടാവില്ല, എവിടെയാ തീരെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരിക, യൂട്ടേൺ എടുത്തട്ടോ തിരിച്ചു വരിക. എന്താണ് തിരിച്ചു വന്നിട്ട് പറയണമെന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹീം. ബക്കറ്റ് വരുന്നുണ്ട്, നല്ല സ്വതക്കം കൊടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അബൂലഹബിനെ കുറിച്ച് പറയുന്ന വർത്താനം നോക്കൂ. ഇവിടെ എന്തിനാണ് ഈ ആയത്ത് ഓതിയത് എന്നുള്ളത് അടുത്ത ആയത്ത് മനസ്സിലാവുള്ളൂ. ഈ വിഷയമായിട്ട് എന്താ ബന്ധം? വംറതുഹു ഹമ്മാലത്തുൽ ഹതബ്. വംറതുഹു
അവൻ്റെ വൈഫ്, അവൻ്റെ കെട്ടിയോൾ, ഓൾക്കും മക്കളും സമ്പത്തൊന്നും ഉപകാരപ്പെടില്ല. ഓക്കൊരു തോന്നലുണ്ടാവും, എനിക്ക് വേറെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ട്. വമ്പ്രത്തു ഓൻ്റെ കെട്ടിയൊക്കെ ഒരു ഉപകാരം ഉണ്ടാവില്ല. വമ്പ്രത്തു വാത്തുഫാക്ക നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. അവിടെ പറഞ്ഞ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോ. വമ്പ്രത്തു അവൻ്റെ കെട്ടിയോൾ, അവൻ്റെ കെട്ടിയോൾ. നേരത്തെ അബൂലഹബിൻ്റെ കുഞ്ഞത്തലിമ പറഞ്ഞ പോലെ ഈ പെണ്ണിൻ്റെ ഉമ്മു ജമീല എന്നുള്ള പേര് പറഞ്ഞുകൂടായിരുന്നു. പേര് പറഞ്ഞില്ലല്ലോ, ഇല്ല. പിന്നെന്താ വമ്പ്രത്തു അവൻ്റെ കെട്ടിയോൾ ആൻഡ് ഹിസ് വൈഫ്, അവൻ്റെ ഭാര്യ എന്ന് പറയാനുള്ള കാരണം എന്താ അതിൻ്റെ കാരണം? അതൊരു സാഹിത്യ ഭംഗിയാണല്ലോ. ഈ പെണ്ണിന്റെ ഇപ്പോഴത്തെ കാര്യം പറയുന്നത് ഓളും നരകത്തിലെത്തും, ഓൾക്കും മക്കളെ സമ്പത്ത് ഉപകാരപ്പെടൂല എന്ന് പറയാൻ പറയുന്നത്. അത് പറയുന്ന സമയത്ത് ഉമ്മു ജമീല സൗന്ദര്യത്തിന്റെ നിറകുടമായ സൗന്ദര്യമുള്ള പെണ്ണ് അങ്ങനെ പറയണ്ടോ? അത് പറ്റൂലല്ലോ. അപ്പോൾ ദർസിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പറയാം, ശിഷ്യന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതവും ചിട്ടയും ധാരാളം സമയം കിതാബ് ഓതുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഈ നാലിന്ന മോൻ തോറ്റിരിക്കുന്നു. അങ്ങനെ പറയാം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ പറയേണ്ടത് ഉമ്മു ജമീല എന്ന നല്ല പേരല്ല പറയേണ്ടത്, ഓൻ്റെ കെട്ടിയോൾ തന്നെയാ പറയേണ്ടത്. ഓൻ്റെ കെട്ടിയോൾ തന്നെയാ പറയേണ്ടത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ശരിക്കും ഉമ്മു ജമീലന്റെ പ്രശ്നം ആ ഹൂവാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യയായി നിന്നു എന്നുള്ളതാ പ്രശ്നം. മനസ്സിലായിട്ടില്ല ഉസ്താദെ? ഒന്നും കൂടി വ്യക്തമായി പറയാവോ? പറഞ്ഞുതരാം. അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിയും, ചീത്ത വിളിക്കും, പല തെറ്റും ചെയ്യും തങ്ങൾക്കെതിരെ. ഈ ഉമ്മു ജമീലക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറിയത് നന്നാവാമായിരുന്നു. സാധ്യതകൾ എമ്പാടുണ്ട്, അത് നിന്നിട്ടില്ല. ഈ തെറ്റിന് അങ്ങനത്തെ എന്നെ കൂട്ടുന്ന് ഭർത്താവല്ലേ, ഓറ് പറയുമ്പോൾ എങ്ങനെ ഈ ജാവിട, ഓറ് പറയുന്ന ഈ ജാവിടുന്ന ഇഷ്ട, അതാണ് വമ്പ്രത്തു എന്ന് പറയുന്നത്. അതാണ് അങ്ങനെ പറഞ്ഞത്. മഹ്റമില്ലാണ്ട് യാത്ര പോക്ക് ഹറാമ്. ആ മസലല്ല ഞാൻ പഠിച്ചതിന് ഉസ്താദെ, പക്ഷെ ഭർത്താവിൻ്റെ ഉമ്മ എന്നോട് ചൂടാന്ന്. അവൻ നീ നോക്കേണ്ടത് അല്ലാഹ്. നീ ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുന്ന തന്നെ അള്ളാഹിന്റെ പൊരുത്തം കിട്ടാനാണ്. ഭർത്താവിന്റെ ഇഷ്ടം കിട്ടി സ്വർഗം തരേണ്ടത് അള്ളയല്ലേ? അടിസ്ഥാനപരമായി അള്ളാഹിന്റെ പൊരുത്താണ് നമ്മുടെ മെയിൻ താല്പര്യം. അപ്പോൾ പിന്നെ വമ്പ്രത്തുഹു ഉമ്മു ജമീല എന്ന അബൂലഹബിന്റെ ഭാര്യയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അബൂജഹലിന്റെ വേക്ക് തന്നെ, അബൂലഹബിന്റെ വേക്ക് തന്നെ നടന്നു എന്നുള്ളതാണ് പ്രശ്നം. വമ്പ്രത്തുഹു ഹമ്മാലത്തുൽ ഹതബ്, ഓളെ പ്രശ്നം ഭർത്താവ് ചെയ്യുന്ന തെറ്റിന് കൂടെ നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. അതാ പ്രശ്നം. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും. മുഖദ്ദറായ സുആലിന്റെ ജവാബ് പറയൽ നമ്മുടെ ഹദീസുകളുടെ ആയത്തുകളുടെ ഒരു പ്രധാന ഏരിയ. സംശയം. എന്താ സംശയം? അങ്ങനെ ഭർത്താവ് കട്ടക്ക് ഇങ്ങനെ ഹറാമിന് നിർബന്ധിക്കുമ്പോൾ, തെറ്റിന് കൂട്ടുവെക്കുമ്പോൾ, ആലിമീങ്ങളെ ചീത്ത പറയുമ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ മാറി എന്നാൽ നമ്മളെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിക്കൂലേ എന്നാണ് സംശയം. ഉത്തരം ഖുർആൻ തന്നെ ഉത്തരം പറയുന്നുണ്ടല്ലോ. ഖുർആൻ തന്നെ ഉത്തരം പറയുന്നു. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ. മുഅ്മിനീങ്ങൾക്കല്ലേ ഡൗട്ട്? ഉത്തരം ഇതാ വരുന്നു. ഇംറഅത ഫിർഔൻ, ആസിയ ബീവിയെ കേട്ടിട്ടില്ലേ ചരിത്രത്തിൽ? ഭർത്താവ് കട്ട തെറ്റിന്റെ എല്ലാ അതിരുകളും ലംഘിച്ച് എല്ലാ തെറ്റും ചെയ്ത ആളാ ഫിർഔൻ. എല്ലാ തെറ്റും അത്രയും തമ്മടിയായിരുന്നു ഫിർഔൻ. ഫിർഔൻ മൂസാ നബിയോട് പറഞ്ഞ ഞാൻ റബ്ബുക്കുമല്ല അല്ല, 50-50 കൂടിയല്ല പറഞ്ഞത്, നിന്റെ റബ്ബിനേക്കാൾ ടോപ്പ് ഞാനാണെന്ന്. മക്കത്തെ ടീം പറഞ്ഞത് വലിയ ദീൻ എന്ന പാർട്ടിലേക്ക് വരുന്നതിന് എന്താ പറഞ്ഞാൽ, ഒരു കൊല്ലം നിങ്ങളെ ദൈവത്തിനെ ഞാൻ ആരാധിക്കാം, അങ്ങനെ പറഞ്ഞു. ഇതങ്ങനെ ധോനോ ബറാബർ സിസ്റ്റം അല്ല. പിന്നെന്താ അന റബ്ബുക്കുമല്ല അല്ല, നിങ്ങൾ റബ്ബിനേക്കാൾ ടോപ്പ് ഞാനാണെന്ന് പറഞ്ഞ ഏറ്റവും വലിയ ധിക്കാരിയും. ധിക്കാരം എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ പേരെന്നെ ഇടാൻ പറ്റുന്നത് ഫിറൗനാണ്. അതുകൊണ്ട് അബൂജഹലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഫിർഔൻ ഹാദിഹിൽ ഉമ്മാന, ഫിർഔൻ ഹാദിഹിൽ ഉമ്മാന. ആ ഫിറൗന്റെ ധിക്കാരത്തിന്റെ മുന്നിൽ നെഞ്ചുകൂടെ പിടിച്ചെന്നൊരു പെണ്ണുണ്ട്, ആസിയ റളിയല്ലാഹു അൻഹ. പിടിച്ചെന്നല്ലോ. വമ്രത്തുഹൈനോ ഇല്ലല്ലോ, ലില്ലദീന ആമനൂ. മുഅ്മിനീങ്ങൾക്ക് മാതൃകയായിട്ട് ഫിറൗന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിട്ടുണ്ട്. ഉള്ള തമ്മാടിത്തം മുഴുവനും ചെയ്തു കൂട്ടിയിട്ടും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നടക്കോ ഈ കാലത്ത് ഭർത്താവിന്റെ വീട്ടിലല്ലേ നമ്മളെ താമസം? ഫിറൗന്റെ അധിപതിയിൽ, ഫിറൗന്റെ അധികാരത്തിൽ അവിടെ താമസിച്ചിട്ട് വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ, ആസിയ ബീവി ജീവിച്ചിട്ടുണ്ട്. ഇത് ഖാലത്ത്. എന്നിട്ട് ആ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചപ്പോൾ ഫിറഔൻ ചെയ്ത പരിപാടി എന്താണെന്നറിയോ? രണ്ട് കൈയും കാലും നിവർത്തി വെച്ചിട്ട് വലിയ ആണി അടിച്ചു. ആണിനെ കൊണ്ട് ശിക്ഷിക്കുന്നുണ്ട് ഫിറഔന്റെ പേരിൽ ഖുർആന് ചാർത്തി വെച്ചത് ആണിയുടെ. നട്ടുച്ച സൂര്യന്റെ വെയിൽ കൊള്ളിച്ചിട്ട് പൊള്ളിച്ചിട്ടില്ലേ മഹദിന? എന്നിട്ട് മഹദി പതറിയിട്ടുണ്ടോ? ഇല്ല, പതറിയിട്ടില്ല. ഇല്ല, വമ്രതുഹു ആയിട്ടില്ല.
അള്ളാന്റെ പൊരുത്തത്തിൽ മുന്നിൽ നിന്ന് ജീവിച്ചു, ജയിച്ചു. ഫിർഔനിന്റെ ടീം പോയപ്പോൾ മലക്കുകൾ വന്ന് തണലിട്ട് കൊടുത്തു. റഫഅല്ലാഹു തആല ഇംറഅത ഫിർഔൻ ഇലൽ ജന്ന, ആസിയ ബീവിയെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു ഉയർത്തി. പാറക്കല്ലിട്ടപ്പോൾ റൂഹില്ലാത്ത ശരീരത്തിലാണ് വീണത്. ആസിയ ബീവിയുടെ റൂഹ് സ്വർഗ്ഗത്തിലേക്ക് എത്തി. ദുആഇന് ഉത്തരം തന്നു. അല്ലാഹ് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ അടുത്ത് എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് തരണേ. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്റെ അടുത്ത് ഒരു വീട്. നിന്റെ അടുത്ത് സ്വർഗ്ഗം എല്ലാവർക്കും കിട്ടുവേ, അത് ശ്രദ്ധിക്കണം. നിന്റെ അടുത്ത് അതായിരിക്കും വേണ്ടത്. നിനക്ക് വേണ്ടിയിട്ടാണ് ഈ കളി മൊത്തം. ഈ ആണി, ഈ ചോര തുപ്പുന്ന ശിക്ഷകൾ, ഈ വെയിലത്തുള്ള കഷ്ടപ്പാടുകൾ, ഇത് മുഴുവനും ഏറ്റുവാങ്ങിയത് നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ട സ്വർഗ്ഗല്ലോ. അകുറയാക്കും. റബ്ബി ബിനിലി ഇൻദക ബൈതൻ, ഇൻദക നിന്റെ അടുത്ത് ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട്. അതാണ് അല്ലാഹു കൊടുത്തത്. ബി അൻ ജഅലഹാ സൗജതൻ അക്മല ഖൽഖിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഭാര്യയായിട്ട് അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയി. നാളെ കല്യാണം നടക്കാനുള്ളതാ ആസിയ ബീവി. ആർക്ക്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കട്ടക്ക് നിൽക്കണം ഉമ്മമാരെ. വീട്ടിൽ അങ്ങനെ പലതും തെറ്റും നടക്കും. അതിന് നമ്മളെ കൂടെ നിൽക്കാനൊന്നും പാടില്ല. ആരെങ്കിലുമൊക്കെ നിന്റെ വസ്ത്രത്തിനെ കളിയാക്കും, നീ എണീക്കുന്ന തഹജ്ജുദിനെ പരിഹസിക്കും. ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന്. അപ്പോഴൊക്കെ തളർന്ന് കരയാനും മൂഡ് ഓഫിൻ്റെ ഇമോജി ഇടാനാണോ ഈ വയലിലൊക്കെ നമ്മൾ വന്നത്? അല്ലല്ലോ. നമ്മുടെ നേതാവിൻ്റെ പേരെന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തളർന്നിട്ടുണ്ടോ തങ്ങൾ? 25 വയസ്സ് വരെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ നോക്കിയിട്ട് കണ്ണടി, മിസ്സടി, മിസ് കോൾ, ഇൻസ്റ്റാ, പ്രൈവറ്റ് ചാറ്റ്, ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 63 കൊല്ലത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ജീവിതത്തിൽ വിഷമം വേണ്ടാത്തരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. തങ്ങൾ ജീവിച്ച ഒരു നാട് തന്നെ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും നാടല്ലേ? തങ്ങളുടെ കുടുംബത്തിലെ അമ്മാവന്മാരായ, അഥവാ ഉമ്മൻ്റെ ഉപ്പൻ്റെ കുടുംബത്തിലൊക്കെ അമ്മാവന്മാർ പല ഷിർക്കിൻ്റെ കൂടാരത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ നേതാക്കളും പൂജാരികളും പാതിരികളൊക്കെ ആയിരുന്നില്ലേ? എന്നിട്ട് തങ്ങൾ അവിടെ എത്തി നോക്കിയോ? ഒരു അലുവ വാങ്ങാൻ, ഒരു പൊരി വാങ്ങാൻ തങ്ങൾ പോയോ? ഇല്ല. മുഹമ്മദുൽ ഖായിമുൻ ലില്ലാഹി ദു ഹിമമി, നെഞ്ചു കൊടന്നില്ലേ നാട്ടിൽ. കുടുംബക്കാരും നാട്ടുകാരും പലതും വർത്താനം തുടങ്ങിയില്ലേ? ഒരു ചെറുപ്പക്കാരനുണ്ട് നമ്മളിൽ നിന്നൊക്കെ അകന്ന് മാറി നിൽക്കുകയാണ് എന്ന വർത്താനം കൊണ്ട് തങ്ങൾ തളർന്നു? ഇല്ലല്ലോ, ഇല്ലല്ലോ. ബദറിൽ അപ്പുറത്ത് ഒട്ടകത്തിന് നിര അറുത്തിട്ട് മാംസം അടിച്ച് കഴിക്കുന്നുണ്ട് അവര്. നർത്തകിമാരായ സ്ത്രീകളുടെ ഡാൻസ് കണ്ടിട്ട് അവർ സുഖിക്കുന്നുണ്ട്. കള്ളാറിൽ തത്തി കളിക്കുന്നുണ്ട്. ഒരു കാരക്കൊക്കെ വകയില്ലാതെ പട്ടിണി പാവങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തങ്ങൾ പ്രസ്ഥാന പ്രവർത്തനവും സംഘടനാ പ്രവർത്തനമൊക്കെ നിർത്തിയോ? ആരെല്ലോ കല്ലെറിയുന്നു, നമ്മളെ പോസ്റ്റർ കീറുന്നു എന്നിട്ട്? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഉഹദിലെ 70 ഇഷ്ടക്കാരാ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടത്. ഒന്ന് പറയാം, ഹംസത്ത് റളിയല്ലാഹു അൻഹു ചാട്ടൂടിയിരുന്നു ഹംസങ്ങളെ കൊല്ലാൻ. വഹ്ശി ഹിന്ദേൽപ്പിച്ചിട്ട് ഹംസ തങ്ങൾ അത് കൊണ്ട ഉടനെ പിടഞ്ഞ് വീണുപോയി. ശത്രുക്കൾ ഓടി, കാലും കൈയും ചവിട്ടി, ഈർച്ചവാളെടുത്തു, കഴുത്തറുത്തു. ജീവനോടെ തീർന്നിട്ടില്ല അരിച്ച. കഴുത്തു മുതൽ പൊക്കിൾ വരെ ഈർച്ചവാൾ കൊണ്ട് കീറി 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 2 കൈയും ആ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വലിച്ച് കീറിയവരെ. എന്നിട്ട് കൈയിട്ടിട്ട് ആ കരൾ ചവച്ച് തുപ്പിയത്. കരഞ്ഞു പോയില്ലേ തങ്ങള്? തളർന്നിരുന്നു തങ്ങള്? ഇല്ലല്ലോ. ഖന്തക്കിൽ തിന്നാനില്ലാതെ കഷ്ടപ്പെട്ട സമയത്ത് നബിയെ കല്ല് കെട്ടിയിട്ടാണ് ഉള്ളത് എന്ന് സ്വഹാബത്ത് പറയുമ്പോൾ 2 കല്ല് വെച്ച് കെട്ടിയിട്ടും അമർത്തിയിട്ട് നിവർന്നിട്ട് തന്നെയാ തങ്ങൾ നിന്നത്. താണു കൊടുത്തിട്ടൊന്നുമില്ല. 2 കല്ല് കെട്ടിയിട്ടും ആ വയറ് നിവർത്തിയിട്ട് തന്നെയാണ് നടന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. മുത്തല്യമായി ജീവിക്കുമ്പോൾ ഒരു പക്ഷേ ജ്യേഷ്ഠന്മാരും അനുജന്മാരൊക്കെ ജോലിക്ക് പോയിട്ട് പണത്തിൻ്റെ പെരുപ്പത്തിൽ എന്തേലും ആരെങ്കിലും കമൻ്റ് അടിക്കുമ്പോഴേക്ക് മാറ്റിവെക്കാനുള്ളതാണോ റിയാദു സ്വാലിഹീന്? ഇത് ഏതാ റിയാദു സ്വാലിഹീന്? ആരെ ചുണ്ടെന്ന് വന്ന വർത്താനത്? ആരാത് പറഞ്ഞേക്കണത്? അതിനോളം വലുതാണോ മോനെ അക്കൗണ്ട് ബാലൻസ്? അല്ലത് ഈ ജമാഅമാല ബാധ്യത. അതിൻ്റെ വേഗം നമ്മൾ പോകരുത്. ഞാൻ വേഗം 6 മാസം കൊണ്ട് ബിരുദെടുക്കലായി നമ്മൾ തീരുമാനിക്കരുത്. ശഅബ് അബീ ത്വാലിബിൽ 3 കൊല്ലം സ്വഹാബത്തിനെയും തങ്ങളെയും ശത്രുക്കൾ പട്ടിണി കിട്ടിയിരുന്നു. പട്ടിണിക്ക് 3 കൊല്ലം പച്ചില തിന്നിട്ടുണ്ട്. മരത്തിന്റെ പച്ചില, ഈ കാണുന്ന ഓല പോലുള്ള ഇലകൾ തിന്ന് ജീവിച്ചവരാണ് സ്വഹാബത്ത്. ഒന്നും തിന്നാത്തോണ്ട് വല്ലതും കാഷ്ടിക്കുമ്പോൾ വരണമെങ്കിൽ തിന്നണ്ടേ? ആട് കാഷ്ടിക്കണ പോലെ, ജീവികൾ കാഷ്ടിക്കണ പോലെ ചെറിയ ചെറിയ കാഷ്ടങ്ങളാണ് സ്വഹാബത്തിനുണ്ടായിരുന്നത്. ഒന്നുമില്ല. തളർന്നു വന്ന് മതിയാക്കി പോയോ ഈ ദീനീ പ്രവർത്തനം? ഇല്ലല്ലോ. എത്ര ആള് മുഅ്തദിൽ കൊല്ലപ്പെട്ടില്ലേ? ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരോപണം ഉന്നയിച്ചിട്ടില്ലേ?
മദീനത്തുനിന്ന് ചോദ്യത്തിന്റെ ശരങ്ങൾ കൊണ്ട് തങ്ങളെ തളർത്താൻ നോക്കിയില്ലേ? തളർന്നില്ല. മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദുഹിമമീം. റസൂലുള്ളാഹിന്റെ പൊരുത്താഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിന് ഉണ്ടാവേണ്ട ഒരു വിലാസം മൂസിരിമാൻ പറയുന്നുണ്ട്. ഇന്നൽ മുഹിബ്ബ അനിൽ ഉദ്ദാലി ഫീ സമമി. മഹബത്ത് ഹൃദയത്തിലുണ്ടെങ്കിൽ ചെവിൻ്റെ ഉള്ളിൽ ഒരു ബ്ലൂടൂത്ത് മഹബത്ത് ഹെഡ്സെറ്റ് ഫിറ്റ് ചെയ്ത് വെക്കണം. ട്രോളന്മാരുടെ ട്രോള് കേൾക്കാതിരിക്കാൻ. ഹിജാബിനെതിരെ ട്രോള് വരും. കേൾക്കരുത് പൊന്നുമോളെ. തലീക്കെട്ടിനെ കളിയാക്കും. അതിനും നീ വീണ് കൊടുക്കാൻ പാടില്ല. മതം അതായിരിക്കണം നമ്മുടെ ആദർശം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും പരിഹാസത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നാലുപാടുകളിൽ നിന്ന് വരുമ്പോൾ വീണു പോവാനും തളർന്നു പോവാനും ഉള്ളവരല്ല നമ്മൾ. തെറ്റിന് കൂട്ടുകരുത്. ഇനി ഭർത്താവാണെങ്കിലും അങ്ങനത്തെ കേട്ടോ. ഇതുവരെ ഇപ്പം പറഞ്ഞത് എങ്ങനെ? ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ ഭാര്യ കൂട്ട് എന്ന അബൂലഹബിന്റെ ഭാര്യയും കൂട്ടു നിൽക്കാത്ത ഫിറഔനിന്റെ ഭാര്യയും, അതാണല്ലോ പറഞ്ഞത്. ഇനി തിരിച്ചോന്നത്തിന് കേട്ടോ. ഭാര്യ എന്തേലും പറയുമ്പോഴേക്ക് ഭർത്താവും തെറ്റിന് കൂട്ടുനിൽക്കാനൊന്നും പാടില്ല. അതും പറ്റില്ല, അതും ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തേലും പറയുമ്പോഴേക്ക് ഓള് പറയുന്നത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, എൻഗേജ്മെന്റിന് സ്വർണം കൊടുത്തില്ലെങ്കിൽ ബോറല്ലേ, ലോൺ എടുക്കണം എന്നാ പറയുന്നത്, വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഓള് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്, എന്തെങ്കിലും മസലുണ്ടോ ഉസ്താദേ? അങ്ങനെ ഒരു പെൺകൂസനും ആവാൻ പറ്റൂല. സൂറത്തു സഫാത്ത് ആയത്ത് നമ്പർ 22. യശ്റുല്ലദീന വലമു വഅസ്വാജഹും വമാ കാനൂ യഅ്ബുദൂൻ. ആക്രമകാരികളെ വിളിച്ചു കൊണ്ടുവരി, നരകത്തിലേക്ക് കൊണ്ടുവരി. അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടു. അവരെ മാത്രം പോരാ, വഅസ്വാജഹും അവരുടെ ഭർത്താക്കന്മാരെയും. എന്ത്? ഒന്നും കൂടി പറയാം. യശ്റുല്ലദീന വലമു, ആക്രമകാരികളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നരകത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരി. അവരെ മാത്രം പോരാ, വഅസ്വാജഹും അവരുടെ ഭർത്താക്കന്മാരെയും. അപ്പൊ ആദ്യം പറഞ്ഞത് പെണ്ണുങ്ങളാണല്ലേ, അതുകൊണ്ടാണല്ലോ അവരെ ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞത്. ഓ അത് ശരി. എന്താ സംഭവിച്ചത്? പറഞ്ഞുതരാം. അതെ, ഈ കാലത്തുണ്ട് ചില നാട്ടുകാർ. എന്താ പെണ്ണിന്റെ പ്രശ്നം? സൂറത്തു സൗജത്തില്ലത്തി തദ്ഫൗ സൗജഹ ഇലൽ ഫസാദ്. ഹറാമിലേക്കും നാശത്തിലേക്കും എത്തിക്കുന്ന ഭാര്യമാരുണ്ട്. അതെന്തേ? കുറെ കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി പറയും. ആ പാവത്തിന് അതൊക്കെ വക ഉണ്ടാവില്ല. ഭാര്യ കുടുംബം അത്യാവശ്യം റിച്ച് ആയതുകൊണ്ടോ പെണ്ണ് അത്യാവശ്യം മോഡേൺ ആയതുകൊണ്ടോ ഇയാൾ ആകെ കഷ്ടപ്പെടുകയാണ്. ലാ ഖുദറത്തലി സൗജി അലൈഹ. ഈ പെണ്ണ് കൽപ്പിക്കുന്ന കാര്യമൊന്നും ചെയ്യാൻ മാത്രം സാമ്പത്തിക വകയും സാമ്പത്തിക ശേഷിയും ഇയാൾക്കില്ലതാനും. ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ലോണാണെങ്കിൽ ലോണ് എന്ന അർത്ഥത്തിൽ ഉമ്മാനെ സന്തോഷിപ്പിക്കാൻ ചില ആൾ ലോൺ എടുക്കാറുണ്ട്, ഭാര്യനെ സന്തോഷിപ്പിക്കാൻ ലോൺ എടുക്കാറുണ്ട്. അങ്ങനെ ഹറാമായ സമ്പത്തിലേക്ക് പോകേണ്ടി വരുന്നു. എന്തിന്? ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ. അപ്പൊ എന്ന് പറഞ്ഞാല് കുറെ ഹറാമായ കച്ചവടത്തിലും പിടിച്ചുപറിയിലും മോഷണത്തിലേക്കൊക്കെ അയാൾ പെട്ടുപോകുകയാണ്. അങ്ങനെ അവസാനം അയാൾ നാശത്തിലേക്ക് എത്തുന്നു. ഇവിടെ പ്രശ്നം ആരുടേതാ? ഹാദിഹി സൗജ, ഈ പെണ്ണാണ് തതഹമ്മലുൽ വിസ്റൽ അക്ബർ, വലിയ തെറ്റുകാരി. എന്തുകൊണ്ട്? ഇവളാണ് തെറ്റിലേക്ക് ഈ ഭർത്താവിനെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ ആദ്യം പറയുന്നത് അക്രമകാരികളേക്ക് കൊണ്ടുപോകാം നരകത്തിലേക്ക്, അവരുടെ ഭർത്താക്കന്മാരെ. അതുകൊണ്ടാണ് ഇവിടെ തെറ്റുകുറ്റങ്ങളുടെ പ്രധാന കാരണക്കാരി ഈ പെണ്ണാണ്. തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചത് ഈ പെണ്ണാണ്. ഹറാമായ സമ്പത്ത് എടുക്കണം, ലോൺ എടുക്കണം, പലിശ എടുക്കണം എന്നൊക്കെ പഠിപ്പിച്ചത്, നിർബന്ധിച്ചത് ഈ പെണ്ണാണ്. ഇവൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവൾ ആദ്യം നരകത്തിലേക്ക് എത്തും. പിന്നെ ഭർത്താവിനെയും നരകത്തിലേക്ക് കൊണ്ടുപോകും. കാരണം അച്ചങ്ങായി ഒരു പെൺകൂസനായി ആണാവാതിരുന്നു. അതാണ് പ്രശ്നം. അപ്പൊ തെറ്റ് ആര് ചെയ്താലും അതിന് നമ്മൾ കൂട്ടിക്കരുത്. അത് ഭാര്യ ചെയ്യുന്നതിന് ഭർത്താവും കൂട്ടിക്കരുത്, ഭർത്താവ് ചെയ്യുന്നതിന് ഭാര്യയും കൂട്ടിക്കരുത്. ഉമ്മ നിർബന്ധിച്ചാലും ലോൺ എടുക്കരുത്. ഹറാമായ ബിസിനസ്സിൽ ആരെന്ത് പറഞ്ഞാലും എൻഗേജ് ആവരുത്. അത് ഉപ്പയല്ലേ, ഉസ്താദല്ലേ, ഖാദിയല്ലേ, മുദരിസല്ലേ, ശൈഖല്ലേ, മുരീദല്ലേ, ആ കൺസെപ്റ്റ് ഒന്നും നമുക്ക് പറ്റില്ല. അഞ്ചാം ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ്, ദീർഘിപ്പിക്കുകയല്ല. അഞ്ചാം
എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രധാനമായിട്ട് വേണ്ടത് നാലാമത്തത് ഹുസ്നുൽ മുആശറ, നല്ല പെരുമാറ്റമായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. വൽ കലിമത്തു ത്വയ്യിബ, നല്ല സംസാരമായിരിക്കണം, സോഫ്റ്റ് സംസാരമായിരിക്കണം എപ്പോഴും. 5 വട്ടം ഭാര്യനെ ഫോൺ വിളിച്ചു, എന്തോ ആധാർ കാർഡിന്റെ നമ്പറിനോ അർജന്റ് ഒരു ഡോക്യുമെന്റ്സിനോ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്, കിട്ടിയില്ല. അരിശം മൂച്ചു, ദേഷ്യം പിടിച്ചു. എന്നിട്ടും നമ്മളൊന്നും കയർത്ത് സംസാരിക്കുക. 5 വട്ടം ഫോൺ വിളിച്ച ഭാര്യ 5 വട്ടം ഭാര്യയെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തപ്പോൾ വോയിസ് വാട്സപ്പിൽ അയക്കേണ്ടത് സോഫ്റ്റിലായിരിക്കണം. കാരണം അൽ കലിമത്തു ത്വയ്യിബത്തു സദഖത്തു, സോഫ്റ്റ് വർത്താനം പറയേണ്ടത്. ലീനുൽ കലാം ത്വയ്യിബുൽ കലാം, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് അങ്ങനെ. മോളെ, ഞാൻ കുറേ സമയം വിളിക്കണത്, നീ തിരക്കിലാവും അല്ലെങ്കിൽ ഫോൺ വല്ല ചാർജിലും ആയിരിക്കും എന്നാണ് വിചാരിക്കണത്. നീ ഒന്ന് ഫ്രീ ആയാലൊന്ന് വിളിക്കണം, അർജന്റ് ആയതുകൊണ്ടാണ്. ഓക്കെയാണ്, സെറ്റല്ലേ? വോയിസ് അങ്ങനെ അത്ര. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന അർഫഖൻ നാസ്, ഭാര്യമാരോടും നാട്ടുകാരോടൊക്കെ സോഫ്റ്റായി പെരുമാറുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മൾ പൊതുവെ അയക്കുന്ന വോയിസ് 4 വട്ടം ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ, അല്ല ശൈത്താനെ എനിക്ക് എന്തിനാ ഫോണുമായി തന്നത്, ഇതാണ് മലയാളം. കയ്യിൽ കൗണ്ടർ നിർബന്ധമാണ്. ഇപ്പൊ പോകുന്നത് പുറത്തേക്ക്. അടിപൊളി അടിപൊളി തഹല്ലഖ്. മോനെ, മഹബത്തിന്റെ കാമ്പും കാതിലും ഏതാണെന്നറിയോ? തഹല്ലുഖായിരിക്കും. നബി സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. അതാണ് മഹബത്തിന്റെ കാമ്പും കാതലുമായ പാട്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ഖല ബിനിസാഇഹി, ഭാര്യമാര് മാത്രം ആണെങ്കിൽ അല്യനന്നാസ്, വളരെ സോഫ്റ്റ് ആണ്. വഅഫ്ഖഹന്നാസ്, തമാശകളൊക്കെ പറയും, രസിക്കും, അവരെ സന്തോഷിപ്പിക്കും. കണ്ടോ, ഹദീസ് ശമാഇലിന്റെ പാഠങ്ങളിലേക്ക് പോയാൽ ഇത്തരത്തിൽ ധാരാളം ഹദീസുകൾ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഹുസ്നുൽ മുആശറ വൽ കലിമത്തു ത്വയ്യിബ, സോഫ്റ്റ് വർത്താനം പറയണം. ഭാര്യ അങ്ങനെ തന്നെ ഭർത്താവിനെ ഫോൺ വിളിക്കുക ഉച്ചക്ക്. ഇന്ന് രാത്രി ഫുഡിനുണ്ടാവും. അതെന്താ നമ്മൾ അങ്ങനെ ചോദിക്കണത്? എന്താ പ്രത്യേകിച്ച് ചോദിക്കുന്നത്? അല്ല, എനിക്ക് പെട്ടെന്ന് ഒരു സ്പെഷ്യൽ ഫുഡ് ആക്കണം എന്നുണ്ട്, ഒരു ഡിലീഷ്യസ് ആണ്, സർപ്രൈസ് ആക്കാമെന്ന് കരുതിയിട്ടാണ്. ഉണ്ടാവണേ, വരണേ, കാത്തുക്കുക, ഇൻഷാ അല്ലാഹ്. അതാണ് സോഫ്റ്റ്. പക്ഷേ ചില പെണ്ണുങ്ങന്മാർ ചോദിക്കണത് എന്താ പറയുക, നിങ്ങൾ ഇന്ന് ഫുഡിനുണ്ടാവും, അതെ ആക്കിയിട്ട് ബാക്കിയാക്കാനും ഫ്രിഡ്ജിൽ വെക്കാനും കഴിയില്ല, വേണമെങ്കിൽ വേണം, വേണമെങ്കിൽ വേണ്ട, എന്തെങ്കിലും ഒന്നും പറയണമെന്ന് പറയണം. ബുദ്ധി ഉണ്ടെങ്കിൽ ഭർത്താവ് പറയും, ഞാൻ എവിടെന്നെങ്കിലും തിന്നോളാം, ഇന്ന് തിന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഐ വോണ്ട് കം ടു ദർ, ഞാൻ അങ്ങോട്ടേക്കില്ല. സോഫ്റ്റ്. ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾ ഇന്ന് നേരത്തെ വരുമോ? അതെ, ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ കാത്തിക്കുക, ഒരാഴ്ചയായിട്ട് നിങ്ങൾ നേരം വൈകുന്നു, വരുന്ന ദിവസമൊക്കെ ഒന്ന് നേരത്തെ വന്ന ഒരു സന്തോഷമല്ലേ, കഥകളെല്ലാം പറഞ്ഞു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് കഥ പറയാനായിട്ട് സമയം കണ്ടെത്താറുണ്ടെന്ന് നിങ്ങളല്ലേ എനിക്ക് പഠിപ്പിച്ചെന്നെ. വരൂലേ? പ്ലീസ് കാത്തുക, വെയിറ്റ് ചെയ്യും. ഓക്കെ, സോഫ്റ്റ്. ഇനി ഹാർഡിലേക്ക് പോകും. നിങ്ങൾ ഇന്ന് നേരത്തെ വരുമല്ലോ, അതെ ഉറക്കം എൻ്റെ തലവേന എടുക്കാനും കാത്തിക്കാന്ന് എന്നെ കൊണ്ടാവില്ല, വരൂലെങ്കിൽ വരൂല, വരുന്നു. ഞാൻ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ഉറങ്ങിയാലും കുഴപ്പമില്ല മോളെ, ഞാൻ ഒട്ടേക്കില്ല. അങ്ങനെ ചിന്തിച്ചു. ഈ ഹാർഡ് കോപ്പി തൽക്കാലം നിർത്തിയേക്കുക, സോഫ്റ്റ് കോപ്പിയിലേക്ക് വരിക. എന്തുകൊണ്ടായിരിക്കും ഈ അഫ്ളലുൽ കലിമത്ത് എന്താണെന്ന് അറിയാം? ഏറ്റവും ശ്രേഷ്ഠമായ വർത്താനാണ് വേറൊരാളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന വർത്താനം പറയാൻ. അതെ, ഇന്നെന്താ കറി? സുർക്ക. അപ്പൊ ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമൽ ഉദ്മു അൽ ഖല്ലു, സുർക്ക നല്ല കറിയാണല്ലോ. അതെന്തിനാ അങ്ങനെ പറയുന്നത്? ആയിഷക്ക് ടെൻഷൻ ആവാതിരിക്കാൻ. റളിയല്ലാഹു അൻഹ. നമ്മളാണെങ്കിൽ അല്ലാഹ് എപ്പം ഒരു നല്ല കറി ആക്കിയ, ഇതാണ് നമ്മൾ ചെയ്യണം. അതാണ് കണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ദരീനി അതഅബ്ബദു ഫീ ഹാദിഹിൽ ലൈല. ആയിഷ, നിന്റെ അഭിപ്രായം എന്താ? ഇന്ന് രാത്രി ഞാൻ കുറച്ച് അധികം ഇബാദത്ത് ചെയ്ത് നിസ്കാരം കൊണ്ട് ഹയാത്താക്കാൻ വിചാരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താണ്? അത് ആയിഷ ബീവിയോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. എന്നാലും ഭാര്യനോട് ഒരു അഭിപ്രായം ചോദിച്ചാൽ അത് അവളെ പരിഗണിക്കലാണ്, അവളെ സന്തോഷിപ്പിക്കലാണ് എന്നതുകൊണ്ട് തന്നെ ആയിഷ ബീവിയോട് അഭിപ്രായം ചോദിക്കണം. നിസ്കാരത്തിന് അഭിപ്രായം ചോദിക്കുകയാണ് നിങ്ങൾ, എന്തിന്? അപ്പൊ നമ്മൾ വീടിന്റെ പ്ലാനോ മറ്റോ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഭാര്യ അടുത്ത് വന്നു, ഇതെന്താ സ്വർണം വെക്കുന്നിടത്ത് പൂച്ചക്കുന്നവർ ഒരു കട്ടൻ ചായ എടുത്തിട്ടോ? ഇങ്ങനെ ആവുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഏത് കാര്യം ഷാവിറൂഹുന്ന, അവരോട് മുഷാവറ നടത്താം. ചിലപ്പോൾ അവർ പറയുന്നത് നമുക്ക് അടിപൊളി അഭിപ്രായമായിട്ട് കിട്ടും, ചിലപ്പോൾ തിരിച്ചും സംഭവിക്കാം. ഈ അഭിപ്രായങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നിന്റെ അഭിപ്രായം എന്താ? ഭർത്താവിനോട് ഒരിക്കൽ ഭാര്യ വയ്ക്കുക, ഈ നാളത്തെ പെരുന്നാളായല്ലോ, നാളെ അല്ലേ, നാളെ എന്ത് ബിരിയാണി വെക്കണം എന്നാ നിങ്ങൾ പറയണത്? അയ്യോ, നമുക്കൊരു സന്തോഷമല്ലേ?
അഭിപ്രായങ്ങൾ ചോദിക്കുക. ഹുസ്നുൽ മുആശറ, അവരെ പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയായിട്ട് ഓട്ട മത്സരം നടത്തുക. ഒന്നാമത്തെ മത്സരത്തിൽ ആയിഷ ബീവി ജയിച്ചു. പിന്നെ ആയിഷ ബീവി തടിച്ചൊന്ന് ഉഷാറായി. പിന്നെ ഒരിക്കൽ ആയിഷ ബീവി പഴയ ഓർമ്മയിൽ ചോദിച്ചു, ഒന്നും കൂടി ഓട്ട മത്സരം നടത്തിയാലോ? തങ്ങൾ പറഞ്ഞത് ഏഴാനാകാശത്തിന്റെ അപ്പുറം പോയി അർശുൽ കുർസിയും ലൗഹുൽ മഹ്ഫൂദും സിദറത്തുൽ മുന്തഹയും കടന്ന ആളാ ഭാര്യയായിട്ട് ഓട്ട മത്സരം നടത്തുന്നു. നിങ്ങൾ നോക്കി, നടത്താലോ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജയിച്ചു. അന്നേരം റസൂലുള്ളാഹി എന്താ ഉടനെ പറഞ്ഞെന്നറിയോ? മത്സരം സമനിലയായിരിക്കുന്നു, 1-1. അതിനെക്കുറിച്ച് മഹാന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. പണ്ടത്തെ മത്സരത്തിന് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജയിച്ചപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ള കാരണം അന്ന് ആയിഷ ജയിച്ചിട്ടില്ലേ എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ടെൻഷനൊന്നും ആവണ്ടാന്ന്. പിന്നെ ഓട്ട മത്സരം നടത്തിയിട്ടില്ല. കാരണം ട്രോഫി 2 ടീമും കൂടി പങ്കിടുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ആരും തോറ്റിട്ടില്ല, രണ്ടാളും ജയിച്ചു. നിബിധങ്ങൾ അത് എപ്പോൾ ശ്രദ്ധിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കൽ ആയിഷ ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ വേറൊരു ഭാര്യ, റിപ്പോർട്ടുകൾ പലതാണ്, ഹഫ്സ ബീവിയാണെന്നും അഭിപ്രായമൊക്കെ ഉണ്ട് കേട്ടോ, ഉമ്മു സലമ ബീവിയാണെന്നൊക്കെ അഭിപ്രായം നമുക്ക് വഹിക്കാൻ പറ്റും. പായസം പോലുള്ള ഒരു പലഹാരം കൊടുത്തയച്ചു. കൊണ്ടുവന്ന അടിമച്ചക്കനോട് ചോദിച്ചതെന്താ? അപ്പൊ ഞാനില്ല ഇവിടെ ഫുഡാക്കാൻ, എന്തിനാ ബാക്കിയുള്ള ആൾ കൊണ്ടുവരേണ്ട ആവശ്യം? ഒരു അറ്റത്തട്ട് ആ പാത്രം അങ്ങ് വീണ് പൊട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ചെയ്തത് ഈ അടിമച്ചക്കനോട് പറഞ്ഞു, വാറത്ത് ഉമ്മക്കും, ഉമ്മ കുറച്ച് ചൂടിലാന്ന്, മോനെ ഇല്ലാണ്ട് ഇവിടെ ഉണ്ടാവും, ഞാൻ ഡീൽ ചെയ്തോളാം. തങ്ങൾ താഴെ ഇരുന്നിട്ട് ആ പാത്രമൊക്കെ പൊറുക്കിയെടുത്തത്ര. അല്ലാ, നിങ്ങൾ നോക്കി എന്തൊരു നബിയാണ് നോക്കി. ഒരു കിബർ, ഒരു ഉജുബ്, ഒരു ഞാനെന്ന വിചാരം. ഭാര്യ പൊട്ടിച്ച പാത്രം നിലത്തിരുന്നിട്ട് പൊറുക്കിയെടുക്കുന്നു. ആര്? 70 അമ്പിയാക്കൾക്ക് ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമെന്ന തങ്ങളെ നിങ്ങൾ ആലോചിച്ചു. ദൈനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂം. 7 ആകാശം കടന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഇനി എനിക്ക് പെർമിഷൻ ഇല്ല, ഞാൻ വന്ന കത്തിച്ചമ്പലായി പോലെ, ഗോ ടു ഫോർഫിറ്റ്, തങ്ങൾ പോയിക്കോളി. ആ തങ്ങള ഭാര്യ തന്നെക്കാൾ എത്ര വയസ്സ് കുറവുണ്ട്. ആ ഭാര്യ പൊട്ടിച്ച പാത്രം നിലത്തിരുന്ന് പൊറുക്കിയെടുക്കുക. എന്തിനിപ്പോ ഈ അടിമച്ചക്കനോട് ആയിഷ ബീവി ചൂടിലാന്ന് പറയാതിരുന്നത്? എൻ്റെ ഭാര്യ ചൂടിലാന്ന് പറയാതിരുന്നത്? എന്താ ഇപ്പൊ പറഞ്ഞത്? വാറത്ത് ഉമ്മക്കും, ഉമ്മ കുറച്ച് ചൂടിലാണ്. അതിനെ പറയാനുള്ള കാരണം അറിയാക്ക്. അതിന്റെ കാരണം എന്താ അറിയോ? മോനെ, കേസ് കുറച്ച് പൊള്ളുന്നതാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, സർവ്വ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് ഭാര്യമാർ. അതിൽ പ്രധാനിയാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. കേട്ടാ, തൊട്ടക്കല്ലേ ഉമ്മയാണ്. മോൻ വിട്ടോ, വാറത്ത് ഉമ്മക്കും, ഉമ്മയാണ് ആ ബോധമാണ്. കണ്ടാ, അപ്പോഴും ഭാര്യൻ്റെ കൂടെയാണ്. ഭാര്യമാരെ തോൽക്കാൻ തങ്ങളെ നിൽക്കൂലല്ലോ, ഭാര്യമാരെ തോൽപ്പിക്കൂല. എന്തോ ഒരു വിഷയത്തില് സിദ്ദീഖുല്ലാഹിനെ അത്ര കണ്ട് പിടിച്ചിട്ടില്ല. ആയിഷ ബീവിനോട് ബന്ധപ്പെട്ട സൗണ്ടൊക്കെ കൂടിപ്പോയോ, മുത്തുനബിനോട് അദബില്ലേ എന്ന അർത്ഥത്തിൽ അടിക്കാൻ അവിടെ നിന്നപ്പോ വേണ്ട സിദ്ദീഖ് വേണ്ട പോയി. സിദ്ദീഖുല്ലാഹിനെ ആ ചൂടിലേനെ അങ്ങ് പോയി. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനെ തണുപ്പിക്കുന്ന എങ്ങനെയെന്നറിയാം? ഞാനുള്ളതുകൊണ്ടാണ് ആ മനുഷ്യന്റെ ഒന്ന് അടി കിട്ടാണ്ടെന്നത്. തണുപ്പിച്ചു. ആ തണുപ്പിക്കുന്ന ഘട്ടത്തിലും പറഞ്ഞ വാക്കുണ്ടോ, ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന്, നിന്റെ ഉപ്പാന്റെ കയ്യിൽ എന്ന് പറഞ്ഞാല് അമ്മോശനെ കുറ്റം പറയുന്ന പുതിയ പിള്ളയെ പോകും. അത് ഭാര്യന്റെ കൽപ്പ് വേദനിക്കും. അതൊന്നും തങ്ങൾ ചെയ്യൂല. തങ്ങളാരാണ്? തുല്യതയില്ലാത്ത നേതാവല്ലേ തങ്ങൾ. അങ്ങനെ പറയൂ. അബൂബക്കർ എന്ന് പേര് പറഞ്ഞ, നിന്റെ ഉപ്പാന്ന് പറഞ്ഞ ഇല്ല. സ്വന്തം ഉപ്പാനുമാനും പോലെ ഭാര്യന്റെ ഉപ്പാനുമാനും പരിഗണിക്കണം എന്ന് പഠിപ്പിക്കണ്ടല്ലോ നമ്മളെ കിതാബുകൾ. ഭാര്യന്റെ അഹലുകാരെ നമ്മളും സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ കിതാബ്. ഭർത്താവിന്റെ കുടുംബക്കാരെ മോളെ നീ പരിഗണിക്കണം, അവരെ ബഹുമാനിക്കണം, അത് ഭർത്താവിന്റെ ഇഷ്ടം കിട്ടാനുള്ള വകുപ്പാണെന്ന് കിതാബിൽ എഴുതി വെക്കുന്നുണ്ടല്ലോ. കിതാബിൽ വായിക്കും. അപ്പോൾ ഹുസ്നുൽ മുആശറ, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം. അഞ്ചാമത്തത് കൂടി 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അഞ്ചാമത്തെ അതെന്താ കാര്യം? ബാക്കിയുള്ളവരുമായി നമ്മൾ നമ്മുടെ ഭാര്യയെ, ഭർത്താവിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. എൻ്റെ ഏട്ടൻ്റെ ഭാര്യ അങ്ങനെയാണ്, എന്നാൽ എനിക്ക് അങ്ങനെ ആയിക്കൂടെ? എൻ്റെ സുഹൃത്തുക്കളുടെ ഭാര്യമാരൊക്കെ അങ്ങനെയാണ്, എന്നാൽ നിനക്കും അങ്ങനെ ഒന്ന് നടന്നൂടെ? ഈ കമ്പാരിസൺ നിർത്തണം.
എല്ലാ അപകടങ്ങളുടെയും കാരണം ഈ കമ്പാരിസൺ ആണ്. അത് നടത്താം. ഏതൊരാൾക്കും എന്തേലൊക്കെ കുറവുകൾ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. എല്ലാവരും പൂർണ്ണരും പരിപൂർണരും അല്ലല്ലോ, അല്ല. എന്തെങ്കിലും കുറവ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് ഉൾക്കൊള്ളണം. നമ്മൾ പൂർണ്ണരാണോ ഭാര്യനെ കുറ്റപ്പെടുത്താൻ? അല്ല. ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ ഞാൻ ഭയങ്കര സംഭവം അക്മലാണോ? അല്ലല്ലോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനതൻ. ഒരു ഭർത്താവും തന്റെ ഭാര്യയെ വെറുക്കരുത് ഏതെങ്കിലും ഒരു പ്രശ്നം കൊണ്ട്. ഇൻ കരിഹ മിൻഹാ റളിയ മിൻഹാ ആഖർ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് വിഷമമുണ്ടെങ്കിൽ ഓളിൽ എത്രയോ സന്തോഷങ്ങൾ ഉണ്ടാവും. നീ ഓളെ ഒഴിവാക്കിയിട്ട് വേറെ ഒന്നിനെ കെട്ടിയോക്കിട്ട് അവളുടെ എല്ലാ ഗുണവും അന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റും. അന്നാണ് നിനക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ എന്റെ ഭർത്താവിന് അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് ചിന്തിക്കരുത്. എന്റെ ഭർത്താവിനുള്ള ഗുണങ്ങളെങ്ങനെ ആലോചിക്കാൻ. അങ്ങനെ എപ്പോഴും ഇഷ്ടത്തിന്റെ തൃപ്തിയുടെ അഖിലുകാരായാൽ അങ്ങനെ ഒരു പെണ്ണ് ഭർത്താവ് മരിക്കണതിന് മുമ്പോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷമോ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഭർത്താവിന്റെ പൂർണ്ണ തൃപ്തി, ഭർത്താവിന്റെ പൂർണ്ണ ഇഷ്ടം ഉണ്ടെങ്കിൽ മോളെ നിനക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. അതാണ് ഹാഫിദ് ദഹബി തന്റെ കിതാബുൽ കബായിറിൽ, ഇബ്നു ഹജർ തങ്ങൾ തന്റെ സവാജിറിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങുക എന്ന് പറയുന്നത് അതിനുവേണ്ടി നന്നായി ഭാര്യമാർ അധ്വാനിക്കണം. അതാ വേണ്ടത്. അള്ളാഹു നമുക്ക് സന്തുഷ്ട കുടുംബം നയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വിഷയത്തിന്റെ ആമുഖത്തിലേ എത്തിയിട്ടുള്ളൂ. വിശദമായ പഠനത്തിന് തുഹ്ഫത്തുൽ ഇബാദ് എന്ന അമീനുൽ ഖുർദിയുടെ കിതാബും മുഹമ്മദുൻ നവവി അൽ ജാവിയുടെ ഉഖൂദുൽ ലജീൻ ഫീ ബയാനി ഹുഖൂഖിസ് സൗജീൻ എന്ന ഗ്രന്ഥവും മുഹമ്മദ് ബിൻ അലവി അൽ മാലിക്കി തങ്ങളുടെ അൽ ഉസ്റത്തു ത്വയ്യിബ അടക്കമുള്ള കിതാബുകളും നോക്കിയാൽ കുറേ പഠനങ്ങൾ ഇനിയും ഉണ്ട്. ജസ്റ്റ് ഒരു ആമുഖം കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ ശ്രമിച്ചതാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.